ഇന്നലെ നമ്മൾ ആക്ച്വലി ഏകദേശം 6-7 മണിക്കൂർ സൈക്കിളിൽ സൊമാറ്റോ ഡെലിവറി ചെയ്തിട്ട് ആകെ അടപ്പ് തെറിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ആക്ച്വലി 8 മണി കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങിയതാണ്. 8 മണിക്ക് കിടന്നുറങ്ങിയിട്ട് ഇന്ന് കാലത്ത് 9 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ വിചാരിക്കണത് ചെറിയ വീട്ടിലുള്ള കുറച്ച് പരിപാടികൾ ചെയ്യാം. വീട്ടിലുള്ള പരിപാടി എന്നൊന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് ഇതിൻ്റെ കോലം ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. കാരണം നമ്മൾ അന്ന് ചെയ്തേ പിന്നെ നമ്മുടെ കണക്ഷൻ നമുക്ക് മോട്ടറിൻ്റെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ് ആവാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഉള്ളിലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഒന്ന് കാട്ടി തരാം കേട്ടോ. അണ്ടർ വാട്ടർ ഷോട്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സെറ്റപ്പ് വരണത് കേട്ടോ. കണ്ട ഇതിൻ്റെ ഫുള്ള് സ്ക്രീൻ നമ്മൾ വാട്ടർ പ്രൂഫ് കേജും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വാട്ടർ പ്രൂഫിൻ്റെ കേജാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് പൂളിൽ ഇറക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ കുറച്ച് ഒച്ചയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അണ്ടർ വാട്ടർ ഷോട്ട് ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. എന്തൊക്കെ മീനുകളാ ജീവനോടെ ഉള്ള എന്നുള്ളത്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടറിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുക്കാം. ഇറക്കാൻ പോവാണ് കേട്ടോ വെള്ളത്തിലേക്ക്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ വെള്ളത്തിൻ്റെ അടിയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് സാധനം കിട്ടുന്നു. നമ്മൾ ഈ സാധനം ഗോവയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഗോവയിൽ പോയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കേസായിരുന്നു, വാട്ടർ പ്രൂഫ് കേസ്. ഇത് നമ്മൾ ഷോർട്ട് ടെയിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. 50 എണ്ണം നമ്മൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1000 രൂപയ്ക്ക് താഴെ അങ്ങോട്ടാണ് ഇതിൻ്റെ 780 രൂപ 800 രൂപ അങ്ങോട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഷോർട്ട് ടെയിൽ പിന്നെ കുറച്ച് ഈ എന്തെന്നാ അതിനെ പറയുക, ചണ്ടി പോലത്തെ ഒരു സാധനം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനെന്തോ സ്പെസിഫൈഡ് ആയിട്ട് എന്തോ പേര് പറയട്ടെ. 50 എണ്ണം അങ്ങനെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കണത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും അസുഖമൊന്നും വന്ന് ചത്തുപോയിട്ടില്ല കേട്ടോ. അവിടെ കാണുന്നത് നമ്മുടെ മോട്ടറാണ് കേട്ടോ. വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ള മോട്ടർ നമുക്കൊന്ന് റെഡി ആക്കണം. അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട്. അവിടെ ആ സൈഡിൽ കണ്ടോ ഒരു സാരിവാലപ്പൻ്റെ പോയത്, ഒരു സാരിവാലൻ കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സാരിവാലനും കിടക്കുന്നത്. അതെങ്ങനെയാണ് വന്ന് പെട്ടേന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മീനെല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അണ്ടർ വാട്ടർ ഷോട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. കുറച്ചും കൂടി മീനായി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ പ്ലാൻ ആക്ച്വലി ഇത് കുറച്ചുകൂടി വൃത്തിയാക്കണം കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒരു ടാങ്ക് കെട്ടിയിട്ട് നമ്മൾ കുറച്ച് നാളായിട്ടാ ഒരു ചെറിയൊരു ടാങ്ക് കെട്ടിയിട്ട് അതിൽ വെറുതെ മീനെ കൊണ്ടിട്ടോന്നുണ്ട്. എനിക്കെന്തോ ഞാൻ അന്നേ പ്ലാൻ ചെയ്താണ്ട് അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ മീൻകുളം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങുന്ന സമയത്ത് അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു കംപ്ലീറ്റ് ആയ ഒരു തൃപ്തി വന്നിട്ടില്ല കേട്ടോ. തൃപ്തി വരാമെന്ന് പറയില്ലേ, നമ്മൾ ചെയ്യണതിൻ്റെ ഒരു തൃപ്തി വന്നിട്ടില്ല. കാരണം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തു, മീനെ കൊണ്ടുവിട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ തിരിഞ്ഞു നോക്കലും പരിപാടികളൊന്നുമില്ല. അതിൽ തീറ്റ വല്ലപ്പോഴും ഇട്ട് കൊടുത്താലേ, കാരണം വലിയ ടാങ്ക് ആയതുകൊണ്ട് പൂപ്പലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, കൃമികളൊക്കെ ഉണ്ട്. അതൊക്കെ തിന്ന് ജീവിച്ചോളെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും തീറ്റ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി എൻ്റെ പ്ലാൻ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി മീനെ വാങ്ങി അതിലേക്ക് ഇടണം. അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഇതൊന്നും എന്നിട്ട് അതിൻ്റെ ആ ഒരു സിസ്റ്റം ഒന്നുകൂടി കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാനായിട്ടാ. കാരണം ഇതിപ്പോൾ വെറുതെ ഒരു ടാങ്ക് അതിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നു, ആ ഒരു ഇതുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇതിൽ എങ്ങനെയോ ഒരു സാരിവാലം വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. ഒറ്റൊരു സാരിവാലൻ, ഒരേ ഒരു സാരിവാലം വന്ന് പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, എനിക്ക് ഈ സംഭവം പതുക്കാനെ സംസാരിച്ചത്, അല്ലെങ്കിൽ ആ സാധനം ഓടിപ്പോട്ടാ. ഇപ്പോൾ അവിടെ ഈ ഭാഗത്ത് കണ്ട ഞാൻ ഈ കൈ കാണുന്നിടത്ത് അവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് 50 മീനാണ് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കടലിൽ 50 മീനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ആവണത് കേട്ടോ. ഒന്നുമില്ലാത്ത പോലെയാണ്. ഇത് ഇട്ടിരിക്കുന്നത് സോഡ് ടെയിലാണ് കേട്ടോ. ഷോർട്ട് ടെയിലല്ല, സോഡാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വ്ളോഗിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ടെയിലല്ല, സോഡ് ടെയിലാണ്. SWORD സോഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ മീൻ വാങ്ങാൻ പോവാണ്. പ്ലസ് ഇതൊന്ന് കുറച്ചും കൂടിയും ഇതിൻ്റെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ, കുറച്ചും കൂടി നാച്ചുറലായിട്ട് തോന്നിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സഹായം അഭിപ്രായം വേണം. താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എൻ്റെ മനസ്സിൽ ഞാനൊരു തോട്ടിൽ നമ്മൾ മഞ്ജു വാര്യരുടെ വീട്ടിൽ പോയില്ലേ, മഞ്ജു വാര്യരുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു തോട്ടിൽ പൊട്ടിക്കാൻ പാകത്തിനൊരു തോട്ടിൽ ഞാൻ ഒരു ആമ്പ
അമ്പലമൊക്കെ കണ്ടു കൂട്ടാ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. നമുക്കിപ്പോൾ എന്തായാലും കുറച്ചും കൂടി മീനെ വാങ്ങിയിട്ട് അതിൽ കൊണ്ടിടണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കടലിൽ 50 മീൻ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം അത്രയും സ്പേസ് ഉണ്ട് നമ്മുടെ ആ മീനിൻ്റെ കുള കേട്ടോ. അതിനേക്കാട്ടും മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ആക്ച്വലി നമ്മുടെ മോട്ടർ ഇതുപോലെ പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിൽറ്റർ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വലിയ അലമ്പില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോ ചെയ്തില്ല ഇതിൻ്റെ വീഡിയോ ചെയ്ത് പിന്നെ ഞാനിത് സാധനം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് റിനോവേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. കണക്ഷൻ വിടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കണക്ഷൻ വിടിയിപ്പിച്ച കാരണേ പിന്നെ അതിൻ്റെ ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ കേബിളും കാര്യങ്ങളും വരുന്നത്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് കണക്ഷൻ കൊടുക്കണം. എന്നിട്ട് പോയത് ഗൈസ്, വീഡിയോ എടുത്ത് നോക്കേണ്ടി വരും എന്താ പോയെന്ന് കേട്ടോ. സോ ഇതിൻ്റെ കണക്ഷൻ സേഫായിട്ട് എവിടെയെങ്കിലും കൊടുക്കണം കേട്ടോ. അന്ന് KICBക്കാർ വിളിച്ച് വന്നിട്ട് തെറി പറഞ്ഞതാണ്. ഇനി ഞങ്ങൾ കംപ്ലൈൻറ്റ് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കും, ഇങ്ങനെ കണക്ഷൻ വയർ തോന്നിയോന്ന് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ പോണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ, അവിടെ ഒരു കേബിൾ ഉണ്ട്, കൈ ചൂണ്ടെടുത്ത് അവിടേക്ക് കണക്ഷൻ കൊടുക്കണം. കോണി വെച്ചിട്ട് കൊടുക്കേണ്ടി വരും കണക്ഷൻ അങ്ങോട്ട് കേട്ടോ. അത് അതിനെക്കാട്ടും മുന്നേ അവിടെ ഇത് ഉണ്ടോയെന്ന് നോക്കണം, ലൈറ്റ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് അത് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതൊരു സെറ്റായില്ലേ. അപ്പോൾ വയർ അങ്ങോട്ട് കിടക്കട്ടെ കേട്ടോ. കോണി വെച്ചിട്ട് അതിന് കയറിയിട്ട് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അത് മോട്ടർ വർക്കാവും. ഈ വയറ് കുറച്ച് ദിവസമായിട്ട് നിലത്ത് കെടുക്കുന്നുണ്ടായിരുന്നു. വരുന്നുണ്ട് കേട്ടോ. ടെസ്റ്റർ ഇല്ലേ, ഷോക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഷോക്കില്ലാന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ പരിസരത്തൊക്കെ അങ്ങനെയാണ് ഷോക്ക് നോക്കുക. അപ്പോൾ നമുക്ക് ഈ വയർ കണക്ഷൻ കൊടുക്കാം. ജൂണൊക്കെ അടിച്ചിട്ട് ഫുള്ള് അലമ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല, നോക്കി നോക്കാട്ടാ. ഒന്നില്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടും, കുഴപ്പമുണ്ടാവില്ല വിചാരിക്കും. ഇത് ഇലക്ട്രീഷ്യന്മാർ ഈ സാധനം പ്ലയർ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞ് ഇതിന്റെ തുമ്പ് സുഖമായിട്ട് പോരും കേട്ടാ. നമ്മൾ ഈ സാധനം വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് ഒടിഞ്ഞു പോകും. ഈ സാധനം എനിക്ക് ഊരാൻ കിട്ടണില്ല കേട്ടോ. അതിന്റെ തുമ്പൊന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീർന്നു കേട്ടോ. പക്ഷെ അത് ഊരാൻ കിട്ടണില്ല. ഇതിന്റെ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഈ 2 വയറാണ് കണക്ഷൻ കൊടുക്കണ്ടേ. ഓരോരോ പണി വരണതേ ഗൈസ്. എല്ലാം കൂടി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാനൊരു വട്ടം കണക്ഷൻ കൊടുത്തതാണ്. അടിയിലത്തെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലൈറ്റ് ഫുള്ള് പോയി കേട്ടോ. ഇനി അതുപോലെ ആവുമെന്ന് എനിക്കറിയില്ല. അയ്യോ, സൺഷെയ്ഡുമ്പോൾ പ്ലയർ മറന്നു വെച്ച് ഒരുണ്ട്, അതുകൊണ്ട് എടുക്കട്ടെ കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ദിവസം ഫസ്റ്റ് ഫ്ലോറിലത്തെ ലൈറ്റ് ഫുള്ള് പോയത് 2 വയർ കൂട്ടി ഞാൻ കൊടുത്തതാട്ടോ. അതുകൊണ്ട് അറിയാത്ത പണിക്ക് ആരും നിൽക്കരുത്, അനുഭവങ്ങൾ ഗുരു. ഇനി കണക്ഷൻ കൊടുത്തിട്ട് അവസാനം ഈ 2 വയർ കണക്ട് ചെയ്യാൻ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ മോട്ടോർ വർക്കാവുന്നു. സക്സസ് എൻ്റെ മോനെ, സക്സസ്. പൊളിച്ച് കണക്ഷൻ ഓൺ ആയിട്ടോ. സ്വിച്ച് ഏതാന്ന് കണ്ടുപിടിച്ചാൽ മതി. ഞാനൊരു 5 സ്വിച്ച് താഴത്തെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, അന്നത്തെ എത്ര നാളത്തേക്ക് ശേഷം ഈ മോട്ടോർ വർക്കാണേ അറിയോ. പൊളിച്ച് എൻ്റെ മോനെ, ആദ്യമായിട്ടാ കണക്ഷൻ കൊടുത്തിട്ട് കണക്ഷൻ റെഡി ആവണത്. പൊളിച്ചട്ടാ, അതെന്തായാലും അടിപൊളിയായി. എൻ്റെ മോനെ, കണക്ഷൻ കൊടുത്തു, സാധനം സെറ്റ്. ഇനി സ്വിച്ച് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ 5 സ്വിച്ച് ഒരുമിച്ച് അമർത്തിയിട്ടാണ് പോകാൻ നോക്കണം. സ്വിച്ച് മാത്രം കണ്ടുപിടിച്ചാൽ മതി, അത് കുഴപ്പമില്ല. കണക്ഷൻ കിട്ടിയത് അത് കിട്ടിയിട്ട് അത് മതി. ഇനി ഇവിടെ വല്ല ഷോർട്ട് ഉണ്ടോ, വേണ്ട തൊട്ട് നോക്കണ്ട, ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കി നോക്കണം കേട്ടോ. ജൂണൊക്കെ അടിച്ചിട്ട് ഇവിടെ ഷോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഇൻസുലേഷൻ അടിക്കണം, അത് നീ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയിട്ടാ. ഇനി നമുക്ക് സാധനം നോക്കാൻ വേണ്ടി പോവാം. നമ്മൾ ആക്ച്വലി പോണത്, നമ്മൾ മുന്നത്തെ വ്ളോഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ആക്ച്വലി 1-2 സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വട്ടം മീൻ വാങ്ങിയില്ലേ, നമ്മൾ ഷോർട്ട് ടെയിലിനെ വാങ്ങിയില്ലേ, ആ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ പോണത്. ആ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അവിടെ
ഞാൻ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഒക്കെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നേരെ വല്ല ഫാമുകളിലേക്കും പോണതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണത്. ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ അതാ പറഞ്ഞത് കേട്ടോ, നീ ഫാമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വില കുറവിന് കിട്ടും, നല്ല മീനെ കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഷോപ്പല്ലേ. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ വട്ടം വാങ്ങിയ അതേ കടയിലേക്ക് തന്നെ പോയിട്ട് നോക്കി നോക്കാം ഏതാണ് മീനുള്ളത് നമുക്ക് ആ സോട്ടയിലിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം സോട്ടയിലിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന മീനുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് സാരിവാലൻ, ഗപ്പി, ആ ഒരു ഇതാണ്. അത് ഞാൻ ഉദ്ദേശിച്ച വണ്ടി തന്നെയാണ് കേട്ടോ, ഹൈലക്സ് തന്നെയാണ്. ടൊയോട്ട ഹൈലക്സ്. അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ ഏതാണ് സാരിവാലനാണോ ഏതാ മീനിടാന്ന്. നമുക്കിപ്പോൾ കഴിഞ്ഞ വട്ടം പോയ കടയിൽ തന്നെ പോയിട്ട് വില കൊണ്ട് ഒക്കുമെന്ന് നോക്കി നോക്കാം കേട്ടോ. കഴിഞ്ഞ വട്ടം 750 രൂപ, 1000 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. സോട്ടയിൽ 50 എണ്ണം വാങ്ങിയത്. കിടില വണ്ടിയല്ലേ ഹൈലക്സ്. കയറി പോണ നോക്ക് മോനെ, പൊളിച്ച്. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചു നോക്കിയോ കേട്ടോ. നമുക്ക് കുറച്ചുകൂടി മീനെ വേണം. കഴിഞ്ഞ വട്ടം വാങ്ങാൻ വന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വന്നത്. ഓക്കെ. ഞാൻ അന്ന് വന്നിട്ടായിരുന്നു സോട്ടയിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ല, അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ നോക്കാൻ വേണ്ടി വന്നതാ. ഏതാ? തിങ്കളാഴ്ചയാ. ഇതേതായിരുന്നു? ഞാൻ ഹോൾസെയിൽ റേറ്റിനന്ന് തന്നിട്ടുണ്ടായിരുന്നേ. ഇത് 50 എണ്ണം. ആണോ? മീന് വന്നിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറേ എടുക്കാറുണ്ട് ഇവിടെ. ഇപ്പില്ല അല്ലേ? നമ്മള് കഴിഞ്ഞ വട്ടം സോട്ടയിലിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വട്ടം ഇല്ല, ഹോൾസെയിൽ റേറ്റിന് കിട്ടണമെന്നൊന്നുമില്ല. അത് ചില ടൈമിലെ വരുള്ളൂ തോന്നുന്നു. ആ അല്ല, ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ കുറേ ഉണ്ടായിരുന്നേ. ഓ, ഇവിടെ ആ കാർപ്പും പോയില്ല, കോഴി കാർപ്പുണ്ടായിരുന്നത് പോയി. എന്നാ വരാ? അതെ, തിങ്കളാഴ്ചയാ. മോഡലിന് വരണത് ബേസ് മോഡലിന് വരണത് എലോയ് വീലായിരിക്കില്ല, സ്പോക്സ് ആയിരിക്കും. ഇത് എലോയ വരണ. നമ്മൾ പോയ സ്ഥലത്ത് മീനില്ല കേട്ടോ. അവിടെ മീനില്ല. ആള് ഹണ്ടറിൻ്റെ കാര്യം ചോദിച്ചതാ. ഹണ്ടർ എങ്ങനെയുണ്ട്, മൈലേജ് ഉണ്ടോ? ഹണ്ടർ ഇപ്പോഴും ആൾക്കാർ നോക്കുന്നുണ്ടല്ലേ. ഹണ്ടർ ഞാൻ വിചാരിച്ചു ഔട്ട് ഓഫ് ഇതായെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം അങ്ങനെ ഹണ്ടർ ആരും എടുക്കണില്ല അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഹണ്ടർ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആളെന്നോട് അതാ ചോദിച്ചത്, ഹണ്ടർ ഓൺ റോഡ് എത്രയാണ് വരണതെന്ന്. ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു കൊല്ലം ഇത്ര കിലോമീറ്റർ ആയില്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 2:15 എത്രയാണ് ഓൺ റോഡ് ആയതുകൊണ്ടത്. നമുക്കിനി നേരെ വീട്ടിൽ പോവാം കേട്ടോ. അവിടെ ഇല്ല, നമുക്ക് എന്തായാലും ഫാമിലിക്ക് പോകേണ്ടി വരും. ഞാൻ ഫാമിലിക്കൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയേനെ ഫാമിലിക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരു നിങ്ങളുടെ അഭിപ്രായം കൂടി നോക്കിയിട്ട് നാളെ മിക്കത് നമുക്ക് ഫാമിൽ പോവാം. അപ്പോൾ ഇന്ന് കമൻ്റ് ഇടാം, നാളെ നമ്മൾ പോയി വാങ്ങും. ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ആക്ച്വലി നമ്മുടെ കുളം കുറച്ചും കൂടി നാച്ചുറലായിട്ട് തോന്നണം. അതാണ് മെയിൻ ഉദ്ദേശം വരുന്നത് കേട്ടോ. പിന്നെ ഭയങ്കര ക്വാണ്ടിറ്റി മീൻ വാങ്ങി 50 എണ്ണം എനിക്ക് ഒന്നും ആവണില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു ഇമ്പം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് മോട്ടർ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ലുക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, മോഡിഫിക്കേഷൻസ് സംഭവങ്ങൾ വരുത്തണം.
അപ്പോൾ എന്തായാലും അവിടെ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു, മോട്ടർ കാര്യങ്ങൾ മീനും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫാമിൽ പോയാൽ ഇനി അമ്മ പറഞ്ഞോണം എപ്പോഴും നല്ലത് ഫാമിൽ നിന്ന് വാങ്ങണത് തന്നെയാണ് കേട്ടോ. കാരണം അവിടെ ഞാൻ പോയ സ്ഥലത്തും ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടെന്ന് പറഞ്ഞത്, എന്നാലും ഫാമിൽ നിന്ന് വാങ്ങണതായിരിക്കില്ലേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് എനിക്ക് അറിയില്ല ഫാമിലാകുമ്പോൾ. കാരണം ഞാൻ പോയ സ്ഥലത്തും ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഷോർട്ടെയിൽ വാങ്ങിയിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റിനായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 50 എണ്ണം വലിയൊരു പാക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി നാച്ചുറലായിട്ട് ഇത് തോന്നാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ വരുന്നതാണ്. വീഡിയോ എല്ലാ ദിവസവും 6 മണിക്കാണ് വീഡിയോ വരാം കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയോളൂ. കാരണം ഏകദേശം 6-7 മണിക്കൂർ സൊമാറ്റോ ഡെലിവറി ചെയ്തു. നമ്മുടെ ബോച്ചയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു വ്ളോഗായിരുന്നു കേട്ടോ ഇന്നലത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സ്പെഷ്യലി നിങ്ങളുടെ കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തണം കേട്ടോ. എനിക്ക് തോന്നുന്നത് സാരിവാലൻ തന്നെ വാങ്ങാനാണ് എൻ്റെ മനസ്സിലുള്ളത്. കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള സാരിവാലൻ. അതാകുമ്പോൾ ബ്രീഡ് ചെയ്ത് കൊണ്ട് വിൽക്കാം. ഏത് മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റിയുള്ള സാരിവാലൻ ഗപ്പികളാണ് എൻ്റെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ ഈ ഷോർട്ടെയിൽ മീനുകളുടെ ഒപ്പം ഇടാൻ പറ്റുന്ന ക്രോസ് മിക്സ് ആവരുത് കേട്ടോ. രണ്ടും കൂടി പണിയരുത്. ഒറ്റ പണിയിൽ സാധനം പരിപാടി തീർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇതുണ്ടായിരുന്നില്ല. സാരിവാലൻ എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഷോർട്ടെയിലായിട്ട് ഇല്ല, കുഴപ്പമുണ്ടാവില്ലെന്ന് അറിയില്ല, ഇട്ടോക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഏത് മീനെ വാങ്ങണം എന്നുള്ളത്. നാളെ കാണാം. നാളെ 6 മണിക്ക് കേട്ടോ. ബൈ.